بسم الله الرحمن الرحيم الحمد لله رب العالمين ولا حول ولا قوة إلا بالله العلي العظيم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم صل وسلم على سيدنا محمد وعلى آله وعلى أصحابه وعلى أزواجه وعلى ذرياته وعلى سيدتنا أم المؤمنين خديجة الكبرى رضي الله تعالى عنها. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിസ്കാരം എന്ന വിഷയത്തിൽ ഒരു ക്ലാസിൻ്റെ സീരീസിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ക്ലാസ്. അതായത് ആദ്യം നമ്മൾ നിസ്കാരത്തിൻ്റെ ആമുഖം എന്ന വിഷയത്തിൽ ഏതാനും സീരീസുകൾ നമ്മൾ പറയും. അതിനുശേഷം നിസ്കാരത്തിൻ്റെ രഹസ്യങ്ങൾ, അതിൻ്റെ അകപ്പൊരുളുകൾ എന്ന വിഷയത്തിൽ ഏതാനും ക്ലാസ്സുകൾ ഉണ്ടാവും. അതിനുശേഷം പിന്നീട് വുളൂ, കുളി, തയമ്മും, നജസുകൾ, ഔറത്ത് മറക്കൽ, നിസ്കാരത്തിൻ്റെ സമയം, ബാങ്ക്, പിന്നെ നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകളും മറ്റു സുന്നത്തുകളും, ശേഷം സുന്നത്ത് നിസ്കാരങ്ങൾ, ജമാഅത്ത് നിസ്കാരം, ജുമാ നിസ്കാരം, ജനാസ നിസ്കാരം. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ആദ്യത്തെ വിഭാഗം ആമുഖം എന്നുള്ളതിൻ്റെ ഏതാനും ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ തുടക്കത്തിലുള്ള ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഇമാമിയങ്ങളും നിസ്കാരത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഅലൂമത്തും മിനദ്ദീനി ബിദ്ദറൂറത്തി. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാ തൻ്റെ തുഹ്ഫയിലടക്കം ഇത് പറയുന്നുണ്ട്. നിസ്കാരം ദീനിൽ ലറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരു തെളിവുമില്ലാതെ ഏതൊരു സാധാരണക്കാരനും അറിയാവുന്ന കാര്യമാണ്. ആയതിനാൽ ആ നിസ്കാരം ഇല്ല, നിസ്കാരം നിർബന്ധമില്ല, നിസ്കരിക്കേണ്ടതില്ല എന്നെല്ലാം നിസ്കാരത്തിൻ്റെ വുജൂബിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഒരു വലിയ തെറ്റാണ്. അത്രയും പ്രാധാന്യമുള്ളതാണ് 5 വക്ത് നിസ്കാരം എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായി പറയുന്ന ഒരേ ഒരു പോയിന്റ് എന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത് എന്നാണ്. 5 വക്ത് നിസ്കാരം നമ്മൾ എന്തിനു നിർവഹിക്കുന്നു, അല്ലെങ്കിൽ മറ്റു സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം നമ്മൾ എന്തിനാണ് നിർവഹിക്കുന്നത്? നമുക്കറിയാം, ഈ നിസ്കാരം എന്നത് അള്ളാഹുവിൻ്റെ നമുക്കുള്ള ഒരു സമ്മാനമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാനലോകത്തേക്ക് വിളിച്ചു വരുത്തി വളരെ സന്തോഷത്തോടുകൂടെ കൊടുത്ത ഒരു സമ്മാനമാണ് നിസ്കാരം. പക്ഷെ നമ്മളത് സമ്മാനമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഏതായാലും അള്ളാഹുവിൻ്റെ അടിമകൾക്കുള്ള സമ്മാനമായതുകൊണ്ട് ഏതൊരു സമ്മാനവും ഉപകാരമുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമുക്ക് തരുന്ന സമ്മാനം, അള്ളാഹു ആണല്ലോ നമുക്ക് എല്ലാം തരുന്നവൻ, എല്ലാ നിലക്കും കഴിവുള്ളവൻ അള്ളാഹുവാണ്. അവനേക്കാളും വലിയവനില്ല. അവനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്. ആ അള്ളാഹു നൽകുന്ന സമ്മാനം ഏറ്റവും വലിയ സമ്മാനമായിരിക്കും, ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള സമ്മാനമായിരിക്കും. എന്താണ് ആ അള്ളാഹുവിൻ്റെ നിസ്കാരം എന്ന് പറയുന്ന സമ്മാനത്തിൻ്റെ ഉപകാരം? എന്താണ്? നമുക്ക് ഏറ്റവും നല്ല ഒരു സമ്മാനം തരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായിരിക്കുക. എങ്കിൽ അള്ളാഹു തരുന്ന സമ്മാനം ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളതായിരിക്കും. ഏതാണ് ഏറ്റവും വലിയ ഉപകാരം? അതാണ് സഅദത്തുദ്ദാറൈൻ, ഇരുലോക വിജയം എന്ന് പറയുന്നത്. നമുക്കറിയാം, നിസ്കാരം കൊണ്ട് പരലോകവും ഇഹലോകവും വിജയിക്കും. പരലോകം വിജയിക്കും നമുക്കറിയാം. കാരണം നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ ഒക്കെ കൂലി നമുക്ക് നാളെ പരലോകത്ത് കിട്ടുമ്പോൾ അതിന് സ്വർഗമുണ്ട്. അതിന് സ്വർഗമല്ലാത്ത മറ്റൊരു പ്രതിഫലം ഇല്ല. തീർച്ചയായിട്ടും നമ്മൾ പരലോകത്ത് രക്ഷപ്പെടും. പക്ഷെ ഇഹലോകത്ത് എങ്ങനെയാണ് ഈ നിസ്കാരം കൊണ്ട് ഉപകാരം കിട്ടുക എന്നതാണ്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇഹലോകത്തുള്ള ഉപകാരം എന്താണ്? നമുക്ക് 2-3 ഉദാഹരണങ്ങളിലേക്ക് പോയി നോക്കാം. ഈ നിസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളെയും മാറ്റുന്ന ഒരു മരുന്നാണ് നിസ്കാരം. അത് ഈ ലോകത്ത് മനുഷ്യന് കിട്ടുന്നൊരു ഉപകാരമാണ്. എന്ത് പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മനുഷ്യന് രക്ഷപ്പെടാൻ ഈ നിസ്കാരം കൊണ്ട് പറ്റും. നിങ്ങൾ നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവിടത്തേക്ക് വഹി തുടങ്ങിയ സന്ദർഭം, ഹിറാ ഗുഹയിൽ വെച്ച് ഇഖ്റ ബിസ്മി തുടങ്ങിയ ആദ്യത്തെ 5 ആയത്തുകൾ അവതരിച്ച് നുബുവത്ത് ലഭിച്ചതായ സന്ദർഭം. ആ നുബുവത്ത് ലഭിച്ചപ്പോൾ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ലഭിച്ചത്. ഇതുവരെയുള്ള അമ്പിയാക്കളെ പോലെയല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യന്മാരെയും ജിന്നുകൾക്കും ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ചില്ലറ ഉത്തരവാദിത്തമല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ചു, പനിച്ച് വറച്ച് വീട്ടിലേക്ക് ചെന്നപ്പോൾ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല പറഞ്ഞൊരു വാക്ക്, ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു വാക്കുണ്ട്, സമ്മിലൂനി ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആശ്വസിപ്പിച്ച് പനിച്ച് വിറച്ച് പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, വലിയ മാനസിക വിഷമത്തിൽ കിടക്കുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു ആ മാനസിക വിഷമത്തിൽ നിന്ന് മുക്തനാവാൻ പറഞ്ഞൊരു വാക്യമുണ്ട്. സൂറത്ത് മുസമ്മിലിന്റെ 1, 2, 3, 4 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ, ഓ മുസമ്മിലായവരെ, ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന, പേടിച്ച് പനിച്ച് വിറച്ച് വിഷമിച്ച് പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയെ, ഖുമില്ലൈല ഇല്ലാ ഖലീല, രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുക, കുറഞ്ഞ സമയമല്ലാത്ത ബാക്കിയുള്ള സമയം നിസ്കരിക്കുക. അപ്പോൾ ഒരാളുടെ വിഷമഘട്ടം തരണം ചെയ്യാൻ ഏറ്റവും നല്ല മരുന്ന് നിസ്കാരമാണ്. ഇനി നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ നിലക്കും താങ്ങും തണലുമായിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ. എല്ലാ നിലക്കും ബഹുമാനപ്പെട്ട ബീവി വഫാത്തായി പോയി. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷമം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ ആ മക്ക ജീവിതത്തിലെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾക്കിടയിൽ തനിക്ക് അഭയം നൽകിയിരുന്ന തൻ്റെ പ്രിയപ്പെട്ട പിതൃ സഹോദരൻ അബൂ താലിബ് എന്നവർ, അവരും ഇതേ വർഷം തന്നെ വഫാത്തായി പോയി. തൻ്റെ 2 സംരക്ഷകരായ പ്രധാനപ്പെട്ട 2 ആളുകൾ തൻ്റെ അക്രമികളായ മക്കക്കാർക്കിടയിൽ വെച്ച് മരണപ്പെട്ടു പോയപ്പോൾ തീർത്തും മക്കയിൽ ഒറ്റപ്പെട്ടു പോയി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കുടുംബക്കാർ ത്വായിഫിലുണ്ട്, അവിടെ പോയാൽ എനിക്ക് സംരക്ഷണം കിട്ടും, ദീന് പ്രചരിപ്പിക്കാൻ കഴിയും എന്നുള്ള നിലക്ക് ത്വായിഫിൽ പോയി. അവിടുത്തെ ആളുകൾ കല്ലെടുത്തെറിഞ്ഞാട്ടി. മാനസിക പീഡനത്തിന് പുറമെ ശാരീരിക പീഡനം കൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കേണ്ടി വന്നു. എന്നിട്ട് ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോൾ മക്കയിൽ തങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല. അവസാനം ഒരു മുശ്രിക്കായ മുത്ഇം ഇബ്നു അദിയുടെ സംരക്ഷണത്തിലാണ് മക്കയിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത്. തീർത്തും ഒറ്റപ്പെട്ടു പോയ ഒരു സന്ദർഭം, ശക്തമായ വിഷമം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട 2 പേർ വഫാത്തായത് കൊണ്ട് തന്നെ ആ വർഷത്തിൻ്റെ പേര് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നായിരുന്നു. ആ ദുഃഖവർഷത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തുംഗതയിലെത്തി നിൽക്കുന്ന സമയത്താണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ആ ഗിഫ്റ്റാണ് നിസ്കാരം. ആ നിസ്കാരം ഭൂമിയിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ച് നിർദ്ദേശിക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി അവിടെ മുഴുവൻ നബിമാരെയും ഒരുമിച്ച് കൂട്ടി അവർക്ക് ഇമാമായി നിസ്കരിപ്പിച്ചു. എല്ലാ നിലക്കും വിഷമിച്ച് എല്ലാവരും ഒറ്റപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിൽ അള്ളാഹു എല്ലാ നബിമാരുടെയും ഇമാമാക്കി 1-ാം ആകാശത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിക്കുന്നു, മലക്കുകൾ സ്വീകരിക്കുന്നു. 2-ാം ആകാശത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മലക്കുകളും സ്വീകരിക്കുന്നു. അങ്ങനെ ഓരോ ആകാശത്തിലും ഓരോ പ്രധാനപ്പെട്ട നബിമാരും മാലാഖമാരും സ്വീകരിക്കുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോകുന്നു. അവസാനം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുന്നു. എന്താണ് അള്ളാഹു ഇതിലൂടെ പറയുന്നത്? നബിയെ, തങ്ങൾ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, മക്കക്കാർ ആക്രമിച്ചാലും അവഗണിച്ചാലും, ത്വായിഫുകാർ കല്ലെറിഞ്ഞോടിച്ചാലും, ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും തങ്ങളെ എതിർത്താലും തങ്ങൾക്ക് വാനലോകത്തുള്ള സ്ഥാനം ഒന്ന് വന്ന് കാണുക നബിയെ എന്ന് അള്ളാഹു പറയുന്നത് പോലെയാണ് നമുക്ക് ആ രംഗം ഫീൽ ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുപോയിട്ട് വിഷമിച്ച് നിൽക്കുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്നത് 5 വക്ത് നിസ്കാരം കൊടുത്തുകൊണ്ടാണ്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് ഇസ്രാ മിഅ്റാജിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമുൽ ഹുസ്നിൽ വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടത്തേക്ക് നിസ്കാരം ഈ ഉമ്മത്തിന് മൊത്തം നിർബന്ധമാക്കി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിച്ചു. 3
മൂന്നാമതൊരു രംഗം കൂടെ കേൾക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബ്ദുള്ള എന്ന കുട്ടി മരിച്ചു. നേരത്തെ ഖാസിം എന്ന കുട്ടി മരിച്ചിരുന്നു. പക്ഷെ അബ്ദുള്ള എന്ന കുട്ടി മരിച്ചപ്പോൾ വലിയ വിഷമം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കലും വിഷമിക്കാത്ത ഒരു മഹദിയാണ്, വിഷമം ഹബീബെ അറിയിക്കാത്തൊരു മഹദിയാണ്. പക്ഷെ അബ്ദുള്ള എന്ന കുട്ടി മരിച്ചപ്പോൾ ബീവി പോലും കരഞ്ഞുപോയി. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഖദീജ എന്തിനാ കരയുന്നത്? നബിയെ, എൻ്റെ കുട്ടി കുടിക്കേണ്ട പാലിതാ, എൻ്റെ മുലയിൽ പാലിങ്ങനെ ഉറ്റി വീഴുന്നു, എൻ്റെ കുട്ടി കുടിക്കേണ്ട പാൽ, എൻ്റെ കുട്ടി ഇപ്പോഴുണ്ടെങ്കിൽ കുടിക്കേണ്ട പാലാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനിപ്പിച്ചു ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഖുറൈശികൾ വിഷമത്തിൻ്റെ മേൽ വീണ്ടും വിഷമം ചൊരിയുന്നു. ആൺകുട്ടികൾ മരണപ്പെട്ടതിൻ്റെ പേരിൽ ബുത്തിറ മുഹമ്മദുൻ, മുഹമ്മദിൻ്റെ പരമ്പരയറ്റു സല്ലല്ലാഹു അലൈഹി വസല്ലം, പരമ്പര അറ്റുപോയി എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിച്ചു. അപ്പോഴാണ് നമുക്കെല്ലാവർക്കും പരിചിതമായ സൂറത്തുൽ കൗസർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. സൂറത്തുൽ കൗസറിൻ്റെ വചനങ്ങൾ, നബിയെ ഇന്ന അഅതൈനാകൽ കൗസർ, തങ്ങൾ വിഷമിക്കണ്ട, തങ്ങൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു. ധാരാളം വിശദീകരണങ്ങൾ ആവശ്യമുള്ള പദമാണ്, അത് വിശദീകരിക്കുന്നില്ല. അള്ളാഹു തങ്ങൾക്ക് കൊടുത്ത എന്തൊക്കെ നന്മകളുണ്ടോ അതെല്ലാം തങ്ങൾക്ക് നാം തന്നിരിക്കുന്നു. തങ്ങൾ വിഷമിക്കണ്ട. തങ്ങൾ എന്ത് ചെയ്തോ? ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, തങ്ങൾ നിസ്കരിച്ചു കൊള്ളുക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ 45-ാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങൾ സഹായം തേടേണ്ടത് ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടുമാണ്. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അള്ളാഹിനോട് സഹായം തേടേണ്ടത് നിസ്കാരം കൊണ്ടാണ്. നിസ്കാരം എല്ലാ വിഷമങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയും, അരിഹ്ന ബിനായ ബിലാൽ, ഓ ബിലാൽ നമുക്കൊന്ന് റാഹത്ത് നൽകൂ, അതായത് നിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാനായാൽ നിസ്കാരം എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഭാരം ഇറക്കി വെക്കാനാണ് നിസ്കാരം, ഭാരമല്ല. എന്നാൽ ആ നിസ്കാരം തന്നെ നമുക്ക് ഭാരമായി തോന്നുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മളൊന്ന് ചിന്തിക്കുക, എന്താ നമ്മുടെ അവസ്ഥ എന്നുള്ളത്. ആർക്കാണ് നിസ്കാരം ഭാരമാവുക എന്നുള്ളത് ഈ ആയത്തിന്റെ തൊട്ടു ശേഷം വായിച്ചാൽ മതി. വസ്തഈനു ബിസ്സബ്രി വസ്സല, അതിന്റെ ശേഷം വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, നല്ല ഖുശൂഉള്ള അല്ലാഹുവിന്റെ ആത്മാർത്ഥതയുള്ള അടിമകൾക്കല്ലാതെ ഈ നിസ്കാരം വലിയ ഭാരമായിരിക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിസ്കാരം ആസ്വദിക്കുമായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞതായി കാണാം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം നസായി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ അന്നിസാഉ വത്തീബ്, എനിക്ക് ദുനിയാവിൽ നിന്ന് എനിക്ക് അള്ളാഹു ഈ താല്പര്യം ഉണ്ടാക്കി തന്നത്, ഇഷ്ടമുണ്ടാക്കി തന്നത് ഒന്ന് അന്നിസാഉ, ഭാര്യമാരാണ്, എൻ്റെ ഭാര്യമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. മറ്റൊന്ന് വത്തീബു, സുഗന്ധമാണ്. മൂന്നാമത്തത് വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാത്ത്, എൻ്റെ സന്തോഷം മുഴുവനും എനിക്ക് നിസ്കാരത്തിലാണ് സന്തോഷം. അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൂടി കാണാം, ഇദാ ഹസബഹു അംറുൻ ദഖല ഫിസ്സലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ല വിഷമവും ഉണ്ടായാൽ നിസ്കാരത്തിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണത്. അപ്പോൾ വിഷമമുണ്ടായാൽ അത് തീർക്കാൻ പറ്റിയ ഏറ്റവും വലിയ മരുന്നാണ് നിസ്കാരം. നമുക്ക് വിഷമമുണ്ടായാൽ നമുക്ക് അത് തീർക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആളോടല്ലേ നമ്മൾ പറയേണ്ടത്? അത് അള്ളാഹുവാണ്. അള്ളാഹുവിനോട് നമ്മുടെ വിഷമം പറയേണ്ടത് നിസ്കാരം കൊണ്ടാണ്. നിസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് എല്ലാ വിഷമങ്ങളെയും ഇല്ലാതാക്കുന്ന, സന്തോഷപ്രദമാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിസ്കാരം എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കേണ്ട കാര്യമല്ല, താല്പര്യപൂർവ്വം തന്നെ നമ്മൾ സമീപിക്കണം. നിസ്കാരം തുടങ്ങി അത് വേണ്ടതുപോലെ നിർവഹിക്കാൻ തുടങ്ങിയാൽ സകല വിഷമങ്ങളും മാറ്റുന്ന ഒരു വിഷമ സംഹാരിയായി നമ്മുടെ നിസ്കാരം മാറും. നിസ്കാരം കൊണ്ട് കിട്ടുന്നൊരു ഉപകാരമാണ്, ഇഹലോകത്തും ഉള്ള ഒരു സമാധാനമാണ്, പരലോകത്തും ഇഹലോകത്തും നമ്മുടെ വിഷമങ്ങൾ തീർക്കുന്ന ഒന്നാണ്. അള്ളാഹു ആ രൂപത്തിൽ നമ്മുടെ നിസ്കാരങ്ങൾ ആക്കി തീർക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.